എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ്. ഇന്ന് ഡിസംബർ 8, ആ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന്. പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് ലോകം പ്രകീർത്തിക്കാനുണ്ടായ ഒരു പ്രധാന കാരണമായിട്ട് സുവിശേഷം വരച്ചു വയ്ക്കുന്നത് പരിശുദ്ധ അമ്മയുടെ താഴ്മയെയാണ്. താഴ്ന്ന നിലത്തെ നീരോടു എന്ന് നമ്മൾ പാടാറുണ്ട്. ദൈവത്തിന് തൻ്റെ കൃപയും പ്രസാദവും നിറയ്ക്കാൻ ശൂന്യമായ കരങ്ങൾ, ശൂന്യമായ ഹൃദയം ആവശ്യമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ശൂന്യമായ ഹൃദയത്തെ ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ, പൂർണ്ണമായി നൽകിയപ്പോൾ, അവിടുന്ന് തൻ്റെ കൃപാപൂർണത കൊണ്ട് പരിശുദ്ധ അമ്മയെ നിറച്ചു. അതുകൊണ്ടാണ് ഈ വലിയ ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത്. അമലയായി ഉത്ഭവിക്കാനുള്ള ഭാഗ്യം, തൻ്റെ ദിവ്യസുതനെ ജന്മം നൽകാനുള്ള ഭാഗ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് അംഗീകാരം നൽകേണ്ടവർ, സ്നേഹം നൽകേണ്ടവർ നമ്മെ അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോൾ നാം നിരാശയിലേക്ക് കുപ്പുകുത്താതെ പരിശുദ്ധ അമ്മ നൽകുന്ന പാഠമാണ് എളിമ എന്നത്. അത് എളിമപ്പെടാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് എടുക്കാനും ആ എളിമയുള്ള ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാനും സാധിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ വൻ കൃപകളാൽ നമ്മെ നിറയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സുഗമമാക്കുകയും ഭാഗ്യവതി എന്ന മനസ്സുകൊണ്ട് നമുക്ക് തോന്നിക്കാനുള്ള കൃപ ദൈവം നൽകുകയും ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിൽ ധന്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്ന് നിൽക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.